എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ 3 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസ് 3യുടെ സമയമാണ്. അപ്പോൾ ഈ ന്യൂസ് 3 എന്ന് പറയുന്ന പരിപാടി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറ്. നിങ്ങൾക്കൊക്കെ മാതൃകയാവേണ്ട ഒരുപാട് സ്ത്രീകളെ നമ്മൾ അതിഥികളായി എത്തിച്ചു. ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല ഉത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇവിടെ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ആ ചോദ്യം ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 3 മണി സമയത്ത് ആറ്റുകാലിലേക്ക് മാത്രമാണ് തിരുവനന്തപുരത്തുള്ള എല്ലാ വഴികളും ഈ ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ ആളുകൾ ഈ നഗരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റിടങ്ങളിലേക്ക് പോകുക. കാരണം അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്ന് പറയുമ്പോൾ ഗതാഗത ക്രമീകരണം ഇന്ന് ഉച്ചയോടെ നിലവിൽ വന്നിട്ടുണ്ട്. നാളെ രാത്രി 8 മണി വരെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ അനുസരിച്ചുള്ളൂ. നാളെ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ നാളെ നമ്മൾ രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുക. അതിനുശേഷം ഇത്തവണത്തെ പ്രത്യേകത, പൊങ്കാലയുടെ പ്രത്യേകത, നേരത്തെ തന്നെ നിവേദ്യം നടക്കും എന്നുള്ളതാണ്. 1:15 നിവേദ്യം നടക്കുക. അപ്പൊ ഇത്തവണയും നിങ്ങൾക്കായി ഒരു അതിഥിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഗായിക അഖിലയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹലോ, ദമ്മയ്ക്ക് പിടിച്ചോളൂ. അഖില, തിരക്ക് എങ്ങനെയുണ്ട്? ആദ്യം തന്നെ അത് ചോദിക്കട്ടെ. എല്ലാ വർഷവും നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു തിരക്ക്, എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആലോചിക്കുന്നു ഓരോ തവണ ഇങ്ങനെ ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാരിങ്ങനെ ആതിഥേയം വരുന്ന അല്ലേ, വന്നോട്ടെ പോന്നോട്ടെ ആൾക്കാരെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫീൽ ചെയ്യുന്ന ഈ പൊങ്കാലയ്ക്ക്? പൊങ്കാല എല്ലാവർക്കും എന്താ പറയണ, എല്ലാരും സേഫായിട്ട് പൊങ്കാല ഇടാൻ പറ്റില്ല. ഇത്തവണ അഖില പറഞ്ഞിരുന്നു ഞാൻ പൊങ്കാല ഇടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ? നാളെ എനിക്ക് പറ്റില്ല, പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് പൊങ്കാല ഇടാത്തത്. പക്ഷെ ആദ്യകാലമായിട്ട് അഖിലയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരുപാട് ഭക്തിഗാനങ്ങൾ അമ്മയുടേതായിട്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? മിക്കവാറും ഒക്കെ അമ്പലത്തിൽ വരാറുണ്ടോ? എങ്ങനെയാണ്? ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും അഖിലെ വിളിച്ചു നിർത്തുമ്പോ ഒരു പാട്ട് പ്രതീക്ഷിക്കുമല്ലോ. നമ്മുടെ ഈ തിരക്കിൽ നമ്മൾ പാടണം. അതായത് പാട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് തിരക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ എങ്ങോട്ടിറങ്ങിയാലും ഇപ്പൊ ഈ ദേവീസ്തുതികളൊക്കെ കേൾക്കാനുള്ളൂ. 2-3 ദിവസമായിട്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ നാളെ 9ാമത്തെ ദിവസം, ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഈ 8 ദിവസമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിഥികളെ ഇങ്ങനെ വരവേൽക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാരും കൂടി വന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം പൂർത്തിയാകും. നാളെ വരുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അമ്പലത്തിന് അടുത്തൊക്കെ പൊങ്കാല ഇടുന്നവർ എല്ലാവരും എത്രയോ ദിവസം മുമ്പ് ഉത്സവം തുടങ്ങിയപ്പോ തൊട്ടേ വന്ന് ഇവിടെ സ്ഥാനം പിടിച്ചവരാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഞങ്ങളിപ്പോ ക്ഷേത്രത്തിന്റെ കുറച്ചിങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്, ഒരു വശത്താണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് ക്യൂ കിടക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് അകത്തെത്തി തൊഴുമ്പോഴേക്ക് എത്ര സമയമാകുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം, ഒരു പാട്ട് പാടാം. ശ്ലോകം ആയിക്കോട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എന്താണ് പാട്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? എങ്ങനെയാ ഇപ്പൊ പോകുന്നത്? ലൈഫ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ആറ്റുകാൽ അമ്മയുടെ 2 പാട്ടുകൾ ഈ വർഷം റിലീസായി. അതിലൊരു പാട്ട് ഇന്നലെ റിലീസായതേ ഉള്ളൂ. പിന്നെന്താ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ കുറച്ച് സിനിമകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മച്ചാന്റെ മാലാഖ, അതിലൊരു പാട്ട് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. വിനീതിന്റെയോടൊപ്പം ഒരു വെറ്റ് സോങ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഉത്സവകാലമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് ആയിട്ട് തിരക്കായിട്ട് അങ്ങനെ പോകുന്നു. സ്റ്റേജസ് ഒരുപാട് കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നു. ഒരുപാട് പാട്ടുകാരും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാലോ, എല്ലാ ഫീൽഡും പോലെ തന്നെ ഒത്തിരി പാട്ടുകാരും പാട്ടുകാരുടെ ഫീൽഡിൽ വന്നിട്ടുണ്ട്. പുതിയ ഒത്തിരി പേരുണ്ട്. നല്ല പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് പോകുന്നു. പാട്ട് ജീവിതം അല്ലാതെ വേറെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതും ഗംഭീരമായിട്ട് പോകുന്നു. എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും. തിരക്കുകൾ എപ്പോഴും ഉള്ളതാണ് നമുക്ക് മനുഷ്യന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും തിരക്കുകൾ ഉള്ളതാണ് നല്ലത്. കാരണം നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഒരു 2-3 വർഷം, 2 വർഷമല്ല 3 വർഷം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാര് ശരിക്കും പ്രോഗ്രാംസോ റെക്കോർഡിങ്സോ ഈ തിരക്കുകളൊന്നും അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഇതാണ് സന്തോഷം, വൈബ്.
ഈ തിരുവനന്തപുരത്തിന്റെ വൈബ്, തിരുവനന്തപുരത്ത് എനിക്കൊന്ന് ഓണം കഴിഞ്ഞാൽ പിന്നെ ഉള്ള വൈബ് നമ്മുടെ പൊങ്കാല വൈബാണ് അല്ലേ? അത് നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലൈറ്റ് കാണാനൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട്. ഓണത്തിന് ഞങ്ങൾ ലൈറ്റ് കാണാൻ ഇറങ്ങാറുണ്ട്. അപ്പൊ തിരുവനന്തപുരംകാർക്ക് അതറിയാം, ഇപ്പൊ വരുന്ന ഞങ്ങളുടെ അതിഥികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ ഇറങ്ങാറുണ്ട്? പൊങ്കാല ദിവസം വൈകുന്നേരം ഇറങ്ങാറുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. ഇത്തവണ എനിക്ക് ആറ്റുകാൽ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം പാടിയിരുന്നു. അപ്പോഴും സ്റ്റേജിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ ഞാനാണ് പാടേണ്ടതല്ലേ, ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യേണ്ട ആളെന്ന് എന്നെ ഒന്ന് കടത്തിവിടുന്ന് പറയേണ്ട അവസ്ഥയാണ്. നമുക്കും ഇപ്പൊ ഇറങ്ങി ഒരുപാട് ദൂരം നടന്നാണ് നമ്മൾ വന്നത്. വണ്ടിയൊന്നും ഇങ്ങോട്ടേക്ക് കടത്തിയേ വിടുന്നില്ല. പക്ഷെ എല്ലാരും സഹകരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലേ ഇപ്പൊ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അമ്പലത്തിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ജംഗ്ഷനിലും പരിപാടികളും അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അറിയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന. അങ്ങനെ എല്ലാം ഒന്ന് കറങ്ങി കാണുന്ന ശീലമുണ്ട്. ഇഷ്ടം എന്താണ്? നമ്മൾ പൊങ്കാലിടുമ്പോ നമ്മൾ പായസം എന്നൊക്കെ പറയാറുണ്ട്. ഇഷ്ടം എന്താ കഴിക്കാൻ? മധുരപ്രിയാണോ? അതെ, മധുരപ്രിയാണ്. നല്ലോണം ശർക്കര ഇട്ട പായസം അല്ലെ? നല്ലോണം ശർക്കരയും നെയ്യും പഴവും ഒക്കെ ഇട്ട പായസമാണ് എനിക്ക് ഇഷ്ടം. അഖിലെ സംബന്ധിച്ച് എനിക്ക് നമ്മള് ശരീരവും ശാരീരവും എന്നൊക്കെ നമ്മൾ പറയണ പോലെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ അങ്ങനെയും കൂടി ഫിസിക്കും കൂടി ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ? അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരുപാട് പൊങ്കാലയ്ക്ക് നമ്മൾ കണ്ടു. അപ്പൊ കാണുമ്പോൾ മുതൽ അഖിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് ഈ സാധകം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ അധികം ഒരു വർക്കൗട്ടോ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം കൺട്രോൾ ചെയ്യും ചില സമയത്ത്. ഈ പൊങ്കാല പായസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ കഴിക്കാൻ, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടെ ഒന്ന് പാടി. തിരക്കിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ പാടുന്ന ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇച്ചിരി ഒന്ന് മാറി ഇങ്ങോട്ട് മാറി. ഞാൻ ഇത്തവണ പാടിയ ഒരു പാട്ട് പാടട്ടെ. അമ്മമാർക്കെല്ലാം ഒരമ്മയാ മാറ്റുകാൽ അമ്മയ്ക്കു നൽകുന്നു പൊങ്കാല. അരിമണി തിളയ്ക്കുന്ന പൊങ്കാല, മനസ്സിൻ മൺകലം ഏഴിലും പൊങ്കാല. പെട്ടെന്ന് ഈ ഷോപ്പിംഗ് ഞാനിപ്പോ വിചാരിക്കായിരുന്നു, നമ്മുടെ ഈ കച്ചവടക്കാരുടെയും കൂടി ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അവര് അവരുടെ ഒരു വർഷത്തെ ഇതായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത്. പലയിടത്തും പോകുമെങ്കിലും ആറ്റുകാൽ എന്ന് പറയുന്നത് അവരുടെ ഒരു കേന്ദ്രമായിരിക്കും. അപ്പൊ അങ്ങനെ പുതിയ സാധനങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇതെങ്ങനെയാണ്? ഈ പൊങ്കാലയ്ക്ക് ഇറങ്ങി നമ്മൾ പണ്ട് മളയും മാലയൊക്കെ വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരാധക ശല്യമൊക്കെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടല്ല കുറെ പേര് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അഖിലെ കൊണ്ട് നടക്കൊണ്ടല്ല അങ്ങനെ ഇല്ല. പുറത്തു പോയി ഈ സമയത്ത് വാങ്ങുന്ന കുറവാണ്. ഈ തിരക്ക് തന്നെയാണ് മെയിൻ കാരണം. തിരക്ക്, അമ്പലത്തിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കിന്റെ ഇടയിൽ എന്തിനാ നമ്മള് തിരക്കും കൂട്ടുന്നത്? ക്ഷേത്ര ദർശനം എപ്പോഴും ഉണ്ടാവാറുണ്ടോ? അതോ അങ്ങനെ വിശ്വാസിയാണോ? വിശ്വാസിയാണ് തീർച്ചയായിട്ടും. എന്നെക്കാളും വിശ്വാസം എന്റെ ഹസ്ബൻഡിനാണ്. അതെ. അപ്പൊ വരാറുണ്ട് ഇടയ്ക്ക്? അതെ, അമ്പലത്തിൽ വരാറുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമുക്കിപ്പോ ബാക്കി ഇനി ചേച്ചിമാരുടെയും കൂടി വിശേഷങ്ങളൊക്കെ ചോദിക്കണം. ഒരുപാട് പേര് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നിൽക്കുന്നു. അപ്പൊ അഖിൽ എന്നോട് ചോദിച്ചു എന്താണ് പറയാനുള്ളത് നാളെ വന്നാലും എന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ തന്നെ മതി, നമുക്ക് സംസാരിക്കാം, നമ്മൾ രണ്ട് തിരുവനന്തപുരംകാരല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. നല്ല തിരക്കുണ്ട് ഇവിടെ. അഖിലെ ഞാൻ ഫ്രീ ആക്കുകയാണ്. അഖില, പൊങ്കാല ആശംസകൾ. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസകൾ നേരുന്നു. താങ്ക് യു അഖില. അപ്പൊ ഞാൻ ബാക്കി ചേച്ചിമാരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ പൊങ്കാല പൊടി പൊടിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ന് ആരെങ്കിലും ഒക്കെ ഉറങ്ങുമോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. കുറെ പേര് എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ വരി എന്താണെന്ന്, ഈ ഒരു ക്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അമ്മയെ കാണാൻ അകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ്.